പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടുകാർ സ്നേഹപൂർവ്വം ഉള്ളിസുര ഉള്ളിസുര എന്ന് വിളിക്കുന്ന സുരേന്ദ്രൻ ചേട്ടൻ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, കേരളത്തിൻ്റെ പ്രിയങ്കരൻ എന്നൊക്കെ പറയാവുന്ന സുരേന്ദ്രൻ, BJPക്ക് മാത്രമാണ് കേട്ടോ പ്രിയങ്കരൻ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തമായി വന്നിരിക്കുകയാണ്. അദ്ദേഹം വയനാട്ടിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ നോട്ട് ദ പോയിന്റ് എങ്കിൽ നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടമെന്നാക്കും. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പേര്, അതും ഇന്ത്യൻ സംസ്കാരത്തോട് ഇണങ്ങി നിൽക്കുന്ന പേര് സ്വീകരിക്കും. ഈ മുഗളന്മാരൊക്കെ വന്നിട്ടൊന്നും ചെയ്തില്ല, അവർ കാരണമാണല്ലോ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ വീണ്ടും കാട് കയറാൻ പോവുകയാണ്. ഇവിടെ മുഗളന്മാരുടെ കാര്യമാണോ വിഷയം, അല്ലെങ്കിൽ സുൽത്താൻ ഭരണമായിരുന്ന കാലമാണോ വിഷയം, അതുമല്ലെങ്കിൽ ഇവിടെ പല പല ഡൈനാസ്റ്റികൾ ഭരിച്ചതാണോ വിഷയം? ഇന്നിൻ്റെ രാഷ്ട്രീയം സംസാരിക്കൂ സുരേന്ദ്രൻജി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബബബ എന്ന് മറുപടി പറയും. 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് പറഞ്ഞ മാന്യനല്ലേ നമ്മുടെ സുരേന്ദ്രൻജി? പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഗണപതി വട്ടം എന്ന പേര് അദ്ദേഹം വാഗ്ദാനം ചെയ്തതോടുകൂടി വയനാട്ടുകാർ കിടിലം കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സുൽത്താൻ ബത്തേരിക്കാർ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായി ചിന്തിക്കും എന്നൊക്കെ നമുക്ക് പറയാം. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായും BJPക്ക് സുരേന്ദ്രൻ ഒരു അഭിമാനം തന്നെയാണ് എന്നൊക്കെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. എങ്ങനെയായിരിക്കും അഭിമാനം എന്നുള്ളത് നമുക്ക് ജൂൺ 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം സുഹൃത്തുക്കളെ. ഏതായാലും LDFന് വേണ്ടി എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ എന്ന രീതിയിൽ CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള രാജയുടെ ഭാര്യ ആനി രാജ അവിടെ മത്സരിക്കുകയാണ്. ആനി രാജയ്ക്ക് ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ് സ്ഥാനം. ആ ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്നുള്ളത് ചിരകാല അഭിലാഷമാണ്. അതാണിപ്പോൾ കൃത്യമായി അനുകൂല സാഹചര്യം വന്നിരിക്കുന്നത്. പക്ഷേ ആനി രാജ എന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് മാത്രം അറിയാം. സുരേന്ദ്രൻ്റെ കാര്യം അങ്ങനെയല്ല. BJP നേതൃത്വത്തിന് വേണ്ടി അതിശക്തമായി കളത്തിലിറങ്ങുന്നു. ഇതോടുകൂടി ദേശീയ തലത്തിൽ അദ്ദേഹം വീണ്ടും ശ്രദ്ധേയനാവുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്നൊക്കെ ദേശീയ നേതാക്കൾ പറയുന്നു. സ്മൃതി ഇറാനി സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിന് വരുന്നു. സ്മൃതി ഇറാനി പറയുന്നു, അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയവനാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് വയനാട്ടുകാരും അദ്ദേഹത്തിനെ സ്വീകരിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ഒരുപാട് ശ്രമം നടത്തി നോക്കുന്നുണ്ട്. പിന്നെ ആരാ സ്മൃതി ഇറാനിയോട് പറഞ്ഞ അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയെന്ന്? ഇപ്പോൾ വരുന്നുണ്ട് അമേഠിയിൽ ഇലക്ഷൻ ഡേറ്റ്. ഇതുവരെയും നോമിനേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഒന്നും ആയിട്ടില്ല സ്മൃതിജി, അതുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് സ്മൃതിജിക്കെതിരെ മത്സരിക്കാൻ. ഇത്തവണ വയനാട്ടുകാർ ജയിപ്പിച്ചതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ അഭിമാനപുരസ്സരമായ നല്ലൊരു ഭൂരിപക്ഷം കൃത്യമായും അമേഠിയിലെ ജനങ്ങളും നൽകും എന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം. ഇന്ത്യ മുന്നണിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സൗഹൃദം അവരുടെ ഇടയിൽ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ സുരേന്ദ്രൻജി അപാര തൊലിക്കട്ട് തന്നെ.